Good morning. Good morning, ma'am. Good morning. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning. Good morning, miss. Morning. Good morning, ma'am. Good morning. Good morning, ma'am. Morning. Morning, ma'am. Morning. എനിക്ക് എല്ലാവരും സുഖമായിരിക്കണോ? സുഖം. സുഖമായിരിക്കുന്നു. സുഖമായിരിക്കണോ? സുഖല്ലേ? ഞാൻ സുഖമായിരിക്കണം. Ma'am, prayer? Okay. We shall overcome, we shall overcome, we shall overcome someday. Oh, deep in my heart, I do believe we shall overcome someday. We shall overcome, we shall overcome, we shall overcome someday. Oh, deep in my heart, I do believe we shall overcome someday. We'll walk hand in hand, we'll walk hand in hand, we'll walk hand in hand someday. Oh, deep in my heart, I do believe we shall overcome someday. We shall overcome, we shall overcome, we shall overcome someday. Oh, deep in my head, I do believe we shall overcome someday. Thank you. Okay. തോട്ട് പറയുന്നുണ്ടോ ആരെങ്കിലും? തോട്ട് ഓഫ് ദി ഡേ. തോട്ട് പറയാറുണ്ടോ? തോട്ട് ഓഫ് ദി ഡേ പറയാറുണ്ടോ? മാം ഞാൻ പറയാം. A man is but a product of his thoughts. What he thinks he becomes. Mahatma Gandhi. Yes. Okay, very good morning to all. നമ്മൾ എന്താണ് പഠിച്ചുകൊണ്ടിരുന്നത്? പോസ്റ്റ്നാറ്റലും പ്രീനാറ്റലും പോസ്റ്റ്നാറ്റൽ വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ലെ, ഫാക്ടേഴ്സ് അഫക്ട് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് അല്ലെ, അതാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ മാം. ഓക്കെ, ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിനെ അഫക്ട് ചെയ്യുന്നത്? ഏതൊക്കെയാണ്? ഹെറിഡിറ്ററി ആൻഡ് environmental factors. Hereditary and environmental factors. Okay. ഇതെല്ലാം നമ്മൾ പറഞ്ഞല്ലോ. ഇതൊക്കെ ഫാക്ടേഴ്സുകളാണ്. ഹെറിഡിറ്ററിയിലെ ജനറ്റിക് ഫാക്ടർ, സെക്സ്, ഹെറിഡിറ്ററി ഡിസീസസ്. എൻവയോൺമെന്റൽ ഫാക്ടേഴ്സിലാണ് എന്ത് ഉൾപ്പെടുന്നത്? പ്രീനാറ്റലും പോസ്റ്റ് നാറ്റൽ കെയർ. ഓക്കെ, പ്രീനാറ്റല് കംപ്ലീറ്റ് പറഞ്ഞു അല്ലെ, പോസ്റ്റ് നാറ്റലും പറഞ്ഞല്ലോ. ഇൽനെസ് ആൻഡ് ആക്സിഡന്റ്സ് വരെ പറഞ്ഞില്ലേ? യെസ്. ഈ പോസ്റ്റ് നാറ്റല് വരുന്ന അടുത്തതാണ്, അടുത്ത ഫാക്ടേഴ്സ് ആണ് എന്താ? സോഷ്യോ ഇമോഷണൽ എൻവയോൺമെന്റ്.
ഒരു കുട്ടിയുടെ വളർച്ചയും വികസനത്തിനെ സ്വാധീനിക്കുന്ന മറ്റു രണ്ട് ഘടകങ്ങളാണ് എന്ത്? സോഷ്യോ ഇമോഷണൽ എൻവയോൺമെന്റ് എന്നത്. എന്താണ് സോഷ്യോ ഇമോഷണൽ എൻവയോൺമെന്റ്? സാമൂഹിക വൈകാരിക അന്തരീക്ഷം അല്ലെ? സാമൂഹിക വൈകാരിക അന്തരീക്ഷം എങ്ങനെയായിരിക്കണം ഒരു കുട്ടിയുടെ ചുറ്റുപാടുകൾ അല്ലെ? എന്തൊക്കെ ഫാക്ടേഴ്സ് അതിൽ ഉൾപ്പെടുത്താം? സോഷ്യോ ഇമോഷണൽ എൻവയോൺമെന്റിലെ പാരന്റൽ ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് ചൈൽഡ് റിയറിംഗ് പ്രാക്ടീസ്. എന്താണ് പാരന്റൽ ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് ചൈൽഡ് റിയറിംഗ് പ്രാക്ടീസ് എന്ന് പറഞ്ഞാല് ഒരു കുട്ടിയുടെ വളർച്ചയിലെ പാരന്റൽ ആറ്റിറ്റ്യൂഡ്സ് സ്വാധീനിക്കുന്നുണ്ടോ? യെസ് അല്ലെ? മാതാപിതാക്കളുടെ മനോഭാവമാണ് അവിടെ പറയുന്നത് അല്ലെ? മാതാപിതാക്കൾക്ക് കുട്ടികളോടുള്ള മനോഭാവം, അവന്റെ കുഞ്ഞിനോടുള്ള മനോഭാവം, അത് അവന്റെ വളർച്ചയുടെയും വികാസത്തെയും എന്താണ് ഏറ്റവും കൂടുതൽ അഫക്ട് ചെയ്യുന്ന ഒരു ഫാക്ടർ തന്നെയാണ്. ഓക്കെ, എങ്ങനെയുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ആയിരിക്കണം പാരന്റ്സിന് കുട്ടികളോട് ഉണ്ടായിരിക്കുന്നത്? യെസ്, വെരി ഗുഡ്. കുട്ടികളെ വളർത്തുന്ന രീതി അല്ലെ? വളർത്തുന്ന രീതി മാത്രമാണ് അവരോട് എങ്ങനെ ബിഹേവ് ചെയ്യുന്നത് കൂടിയാണ് അല്ലെ? അവരെ വളർത്തിയെടുക്കുക മാത്രമല്ല, അവരോട് പാരന്റ്സ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നത്, എങ്ങനെയുള്ള സ്വഭാവമാണ് അവരോട് കാണിക്കുന്നത് അല്ലെ? ഏത് രീതിയിലുള്ള അവരെ മോൾഡ് ചെയ്തെടുക്കുന്നതിൽ പാരന്റൽ ആറ്റിറ്റ്യൂഡ്സ് ഒരുപാട് സഹായിക്കുന്നുണ്ട് അല്ലെ? കെയർ, ലവ്, ഫ്രണ്ട്ലി ആറ്റിറ്റ്യൂഡ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. കുട്ടികളോട് എന്താണ് കൂടുതലും ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടെങ്കിൽ എന്താണ് അവർ കുറച്ചുകൂടി നമ്മളോട് ഓപ്പൺ ആയിരിക്കും അല്ലെ? സ്ട്രിക്റ്റ് ആവുന്ന സമയത്ത് സ്ട്രിക്റ്റ് ആവാൻ വേണം, പക്ഷെ എന്താണ് കുറച്ചുകൂടി ഭയങ്കര സ്ട്രിക്റ്റഡ് ആവാതെ കുറച്ചുകൂടി ലിബറൽ ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ്സ് ആണ് കൊടുക്കുന്നെങ്കിൽ എന്താണ് ആ കുട്ടികളുടെ വളർച്ചയും വികാസത്തിന് അത് ഒരുപാടധികം സ്വാധീനം ചെലുത്തുന്നതായിരിക്കും. ഓക്കെ, മനസ്സിലായല്ലോ പാരന്റൽ ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് ചൈൽഡ് റിയറിംഗ് പ്രാക്ടീസ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് സോഷ്യോ ഇക്കണോമിക് സ്റ്റാറ്റസ്. സോഷ്യോ ഇക്കണോമിക് സ്റ്റാറ്റസ് എന്താണ്? സോഷ്യോ ഇക്കണോമിക് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ സാമൂഹ്യവും സാമ്പത്തികവുമായിട്ടുള്ള ഒരു നിലവാരം ഉണ്ടാക്കി അല്ലെ? കുട്ടികളുടെ ഒരു ഫാമിലി കണ്ടീഷൻ ആണ് അവിടെ ഉദ്ദേശിക്കുന്നത് അല്ലെ? ഫാമിലിയിൽ എങ്ങനെയായിരിക്കും സോഷ്യോ ഇമോഷണൽ സ്റ്റാറ്റസ് എന്നല്ല, ഏത് രീതിയിലുള്ള ഒരു സ്റ്റാറ്റസ് ഉണ്ടായിരിക്കണം? മോശമായ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് കുഞ്ഞ് ജനിച്ചു വളരുന്നതെങ്കിൽ അവന്റെ വളർച്ചയെയും വികാസത്തെയും അത് എന്താണ് ഒരുപാടധികം സ്വാധീനം ചെലുത്തും അല്ലെ? അവനെ ബാഡ് ആയിട്ടായിരിക്കും അഫക്ട് ചെയ്യാൻ പോകുന്നത് അല്ലെ? മോശമായ ഒരു ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിൽ അങ്ങനെയല്ലേ? അതെ, അവിടെ സമൂഹത്തിലും പിന്നെ അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടും കുറച്ചുകൂടി ഒരു നല്ല നിലയിൽ ഒരു സാമ്പത്തികമായ ഒരു മുന്നേറ്റമുള്ള ഒരു ഫാമിലി ആണെങ്കിൽ ഒരുപാട് വലുതല്ല, എന്നാൽ ഒരു മീഡിയം ലെവലില് അല്ലെ? അങ്ങനെ പോവുകയാണെങ്കിൽ എന്താണ് നല്ല കുഴപ്പമില്ലാതെ ജീവിക്കാനായിട്ട് സാധിക്കും. സ്റ്റാറ്റസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സമൂഹത്തിലും എന്തുണ്ടാവുള്ളൂ, വളർന്നു വരുന്ന കുട്ടികൾക്കും അവരുടെ കുടുംബത്തിനും എന്തുണ്ടാവുള്ളൂ, ഒരു നില ഉണ്ടാവും, ഒരു വില ഉണ്ടാവും. ഓക്കെ, ഇക്കണോമിക് സ്റ്റാറ്റസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കുട്ടികളെ വളർത്താനും അല്ലെ അവർക്ക് വേണ്ട ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലെ? അപ്പൊ അതിന് പാരന്റ്സിന് എന്താണ് ജോലി ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ എന്താണ് സമൂഹത്തിലെ അത്യാവശ്യം നിലയും വിലയുള്ള ഒരു ഫാമിലി ആയിരിക്കണം അവിടെ. എങ്കിലത് ഒരുപാട് സ്വാധീനിക്കുന്നുണ്ട് കുട്ടികളെ. നമ്മുടെ ഫാമിലി സ്റ്റാറ്റസ് എന്ന് പറഞ്ഞ കാര്യം അല്ലെ? ഏറ്റവും നല്ല ഫാമിലി, ഏറ്റവും ബെസ്റ്റ് ഒന്നും ആവണമെന്നില്ല, ഒരുപാട് കാശും പത്രാസും ഒന്നും അല്ല അല്ലെ? പക്ഷെ എന്താണ് നല്ല സംസ്കാരത്തോടും നല്ല ആറ്റിറ്റ്യൂഡ്സും പിന്നെ എന്താണ് അത്യാവശ്യം ജീവിച്ചു പോകാനുള്ളൊരു എക്കണോമിക് കണ്ടീഷൻസ് ഉള്ള ഫാമിലി ആണെങ്കിൽ എന്താണ് സമൂഹത്തിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അത് അവരുടെ കുട്ടികളെയും കുറിച്ച് കുട്ടികളിൽ എന്താണ് അത് സ്വാധീനം ചെലുത്താൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പൊ അതാണ് എന്താ സോഷ്യോ ഇക്കണോമിക് സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. സാമൂഹ്യ സാമ്പത്തിക സ്ഥിതി ഒരു കുട്ടിയുടെ വളർച്ചയിലെ സോഷ്യോ ഇക്കണോമിക് സ്റ്റാറ്റസും എന്താണ് അഫക്ട് ചെയ്യുന്നത്. ഓക്കെ, then ഫാമിലി സ്ട്രക്ചർ. ഫാമിലി സ്ട്രക്ചർ കുടുംബഘടന എങ്ങനെയായിരിക്കണം?
ഇപ്പൊ നമ്മൾ പല ടൈപ്സ് ഓഫ് ഫാമിലീസ് ഉണ്ട് അല്ലെ, ജോയിന്റ് ഫാമിലി, ന്യൂക്ലിയർ ഫാമിലി, അങ്ങനെ ടൈപ്സ് ഓഫ് ഫാമിലീസ് ഉണ്ട്. ഓക്കെ, എന്നെ കാണാൻ പറ്റുന്നില്ല നിങ്ങൾക്ക്? ആർക്കാ കാണാൻ പറ്റാത്ത? റേഞ്ച് ഉള്ളോടത്തിരിക്കട്ടാ. ഷാലു, റേഞ്ച് ഉള്ളോടത്തിരിക്കട്ടാ. എല്ലാവർക്കും കാണാം. ഫാമിലി സ്ട്രക്ചർ അല്ലെ, ഫാമിലി സ്ട്രക്ചർ നമുക്കറിയാം, ജോയിന്റ് ഫാമിലി ഉണ്ടായിരിക്കാം, ന്യൂക്ലിയർ ഫാമിലി ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ എന്താണ് ന്യൂക്ലിയർ ഫാമിലിയുടെ പ്രത്യേകത? ന്യൂക്ലിയർ ഫാമിലി എങ്ങനെയുള്ളതായിരിക്കും? ന്യൂക്ലിയർ അണുകുടുംബം, അച്ഛൻ, അമ്മ, കുട്ടികള് അല്ലെ, ഒരു 3 പേരടങ്ങുന്ന ഒരു കുടുംബമായിരിക്കും എന്താ ന്യൂക്ലിയർ ഫാമിലി എന്ന് പറയുന്നത് അല്ലെ. അതായിരിക്കും ഒരു ഫാമിലി സ്ട്രക്ചർ. അപ്പൊ ന്യൂക്ലിയർ ഫാമിലിയിലൊക്കെ എന്താണ് അത്രയും മെമ്പേഴ്സ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അപ്പൊ അവരുടേതായ ലൈഫ് സ്റ്റൈലിൽ അവരൊരു മീഡിയം ലെവൽ ഓഫ് അല്ലെങ്കിൽ നല്ല സന്തുഷ്ടമായ കുടുംബം തന്നെ അതിലവർക്ക് സാധ്യമാവുകയും ചെയ്യും. അതുപോലെ തന്നെ എന്താണ് ജോയിന്റ് ഫാമിലി എന്ന് പറയുമ്പോൾ എന്താണ് കൂട്ടുകുടുംബമാണ് അല്ലെ. ഒരുപാട് മെമ്പേഴ്സ് അതിലുണ്ടായിരിക്കും. ഗ്രാൻഡ് പാരന്റ്സ് ഉണ്ടായിരിക്കും, അങ്കിൾ, ആന്റി, അവരുടെ കുട്ടികള്, അങ്ങനെ ഒരു വലിയ മെമ്പേഴ്സ് തന്നെ അതിലുണ്ടായിരിക്കും. അപ്പൊ എന്ന് വെച്ചാൽ എന്താണ് ഒരുപാട് കുട്ടികൾക്ക് പക്ഷേ ജോയിന്റ് ഫാമിലി എന്ന് പറയുമ്പോൾ ഒരുപാട് പേരോട് ഇടപഴകാനായിട്ട് അല്ലെ, ഇന്ററാക്ട് ചെയ്യാനുള്ള ഒരു അവസരമാണ്. ഇതെന്ന് വെച്ചാൽ എന്താണ് അണുകുടുംബത്തിൽ എന്ന് പറയുമ്പോൾ അച്ഛനമ്മയും ചിലപ്പോൾ ജോലിക്ക് പോകും, ഒരു കുട്ടി മാത്രം ഉണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ അച്ഛനമ്മ തിരിച്ചു വരുന്നവരെ ചിലപ്പോ അവൻ ആ ഒരു സമയം വരെ ഒറ്റയ്ക്കായിരിക്കാം വൈകിട്ട്. അപ്പൊ അവൻ അവിടെ വേറെ കാര്യങ്ങളൊന്നും നടക്കും, ടി വി കാണുന്നത്, കുറച്ചു നേരം പഠിക്കുന്നവര്, ട്യൂഷൻ പോകുന്നത്, അവിടെ ഇന്ററാക്ഷൻസ് വരുന്നില്ല. പിന്നെ അച്ഛനും അമ്മയും രാവിലെ വൈകിട്ട് എത്തുമ്പോൾ മാത്രമായിരിക്കാം ചിലപ്പോൾ അവര് തമ്മിലൊരു കണക്ഷൻസ് വരുന്നത്. ഓക്കെ, പക്ഷെ ഇവിടെയാണെങ്കിൽ എന്താണ് വീട്ടിൽ എപ്പോഴും ആരെങ്കിലൊക്കെ ഉണ്ടായിരിക്കും അല്ലെ. എപ്പോഴും കൂട്ടുകുടുംബം ആണെങ്കിൽ എന്താണ് കാര്യം വഴക്കും ബഹളമൊക്കെ ഉണ്ടാവുമായിരിക്കും, പക്ഷെ എങ്കിലും ആളുണ്ടായിരിക്കും അല്ലെ. നമുക്ക് ഇന്ററാക്ട് ചെയ്യാനും സംസാരിക്കാനും കുട്ടികളെ നോക്കാനും മുത്തശ്ശി എല്ലാവരും ഉണ്ടായിരിക്കും. അപ്പൊ അത് ആ സ്ട്രക്ചറാണ് കുറച്ചും കൂടി നല്ലത് അല്ലെ. നമ്മള് അല്ലെങ്കിൽ എല്ലാവരും ലൈഫിൽ എന്താണ് ഒറ്റയ്ക്ക് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. കാരണം മറ്റുള്ളവരുടെ പ്രശ്നങ്ങളൊന്നും വരാതെ അവനവന്റെ പ്രശ്നങ്ങളും അവനവന്റെ സുഖമൊക്കെ കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ്. പക്ഷെ എന്നിരുന്നാലും നമ്മൾ അങ്ങനെ ഒറ്റയ്ക്ക് പോകുമ്പോൾ ഒറ്റയ്ക്കായെന്നുള്ളൊരു തോന്നൽ വരും. പക്ഷെ ഇങ്ങനെ കൂട്ടുകുടുംബത്തിലാവുമ്പോൾ എല്ലാവരും ഉണ്ട്. എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ പോലും നമ്മളെ ഹെൽപ്പ് ചെയ്യാനും കെയർ ചെയ്യാനൊക്കെ ആരെങ്കിലും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഈ രണ്ടിനും ഗുണങ്ങൾ തന്നെയാണ് ഉള്ളത് കേട്ടോ. അതിനും ബാഡായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല എങ്കിലും. അപ്പൊ ഈ രണ്ട് സ്ട്രക്ചറും എന്താണ് ഒരു കുഞ്ഞിന്റെ വളർച്ചയെയും വികാസത്തെയും ഒരേപോലെ തന്നെ സ്വാധീനിക്കുന്നുണ്ട്. അവൻ വളർന്നു വരുന്ന ആ ചുറ്റുപാട് അവനെ, അവന്റെ ഫാമിലി സ്ട്രക്ചർ അവനെ എന്താണ് ഒരേപോലെ തന്നെ സ്വാധീനിക്കുന്നുണ്ട്. ഓക്കെ, ഇനി സെക്സ് ആൻഡ് കൾച്ചർ എന്താണ് ലൈംഗികതയും സംസ്കാരവും. ഇതെങ്ങനെ സോഷ്യോ ഇമോഷണൽ ഡെവലപ്മെന്റിൽ എൻവയോൺമെന്റിൽ എങ്ങനെ പറയാം നമുക്കത്? സെക്സ് ആൻഡ് കൾച്ചർ എങ്ങനെ പറയാം? സെക്സ് ആൻഡ് കൾച്ചർ കുട്ടിയുടെ വളർച്ചയെ സ്വാധീനിക്കുന്നുണ്ടോ? ഒരു കുട്ടിയുടെ വളർച്ചയും ശാരീരിക വളർച്ചയും മാനസിക വളർച്ചയും സ്വാധീനിക്കുന്നുണ്ടോ? ലൈംഗികതയും സംസ്കാരവും എങ്ങനെയാണ്? ഒരു സെക്കൻഡേ, ഒരു എമർജൻസി, ഒരു സെക്കൻഡ്.
എങ്ങനെയാണ് സെക്സ് ആൻഡ് കൾച്ചറൽ കുട്ടിയെ സ്വാധീനിക്കുന്നത്? യെസ്, മെയിൽ ആൻഡ് ഫീമെയിൽ അല്ലെ. നമ്മള് സെക്സ് ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? മെയിലും ഫീമെയിൽ എന്ന രീതിയിൽ ഒരു വേർതിരിവ് കൃത്യമായിട്ട് അത് മനസ്സിലാക്കാൻ സാധിക്കും അല്ലെ. ഓക്കെ, അപ്പോ ഈ മെയിലും ഫീമെയിലും എന്താണ് സെപ്പറേറ്റഡ് ആയിട്ടുള്ള രീതികളാണ് അല്ലെ, കൾച്ചറുകളാണ്. ഓക്കെ, രണ്ടുപേർക്കും ഒരേ രീതിയിലുള്ള ഒരു ജീവിത സ്റ്റൈലാണ് ഉള്ളത്. ജെൻഡർ ഇക്വാളിറ്റി ഉണ്ടോ? ജെൻഡർ ഇക്വാളിറ്റി കാണിക്കുന്നുണ്ടോ? ഇല്ല, ജെൻഡർ ഇക്വാളിറ്റി ഒന്നുമില്ല അല്ലെ. ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഉണ്ടോ? നിങ്ങൾക്ക് വിവേചനം ഉണ്ടോ? അതുമില്ല. ഉണ്ട് അല്ലെ. ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഉണ്ട്, ഒരുപാടുണ്ട്. ഓക്കെ, അതേ ഉള്ളൂ അല്ലെ. ഏറ്റവും കൂടുതൽ ഡിസ്ക്രിമിനേഷൻ അനുഭവിക്കുന്ന ഒരു ജെൻഡർ ഏതാണ്? ഫീമെയിൽ, വുമൻ. ഓക്കെ, ചിലപ്പോ നമുക്ക് നമ്മളായതുകൊണ്ട് തോന്നുന്നതായിരിക്കും. അവര് പറയുമ്പോ അവർക്ക് അവരായിട്ട് തോന്നും. ഓക്കെ, എന്നിരുന്നാലും അല്ലെ. അപ്പൊ ആ ഒരു ജെൻഡർ ഡിസ്ക്രിമിനേഷന്റെ ജെൻഡർ തീരുമാനിക്കുന്ന കാര്യത്തിൽ എന്താണ്, അത് കുട്ടിയുടെ വളർച്ചയുടെ വികാസത്തിനെ സ്വാധീനിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അല്ലെ. ഏത് ജെൻഡറിലാണ് അവൻ വളരുന്നത്, ഏത് കൾച്ചറിലാണ് അവന്റെ ജെൻഡർ രീതികള്, ലൈംഗികതയും സംസ്കാരവും, അതായത് നമ്മുടെ സമൂഹത്തിലൊരു എന്താണ് അതായത് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഒന്നും ഇല്ലാത്ത ഒരു സമൂഹത്തെ കുറിച്ച് നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കില്ല അല്ലെ. എപ്പോഴാണെങ്കിലും എന്താണ് ജെൻഡർ ഡിസ്ക്രിമിനേഷൻസ്? ഓക്കെ, ഏറ്റവും കൂടുതൽ റെസ്പോൺസിബിലിറ്റീസ് കൊടുക്കുന്ന ഒരു ജെൻഡർ ഏതാണ്? റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ കൊടുക്കുന്നത്, ഉത്തരവാദിത്തങ്ങള് മെയിലിനാണ്. ഫീമെയിലിനുണ്ട് അല്ലെ. നമ്മളത് തല്ലുപിടിക്കേണ്ടി വരും. മെയിലും ഫീമെയിലും ഒരുപോലെ തന്നെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുന്നത്. പ്ലസ് നമ്മളിപ്പോ ഒരു പെൺകുട്ടി ആയതുകൊണ്ട് നമുക്ക് പ്ലസ് പോയിന്റ് കൂട്ടി പറയാം, നമ്മൾ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നവരാണ് അല്ലെ. ഓക്കെ, മെയിലും ഫീമെയിലും പറയാം. നമുക്ക് ഇനിയിപ്പോ ആ ഒരു തലപിടുത്തം വേണ്ട. സാഹചര്യങ്ങൾ അനുസരിച്ചാണ് അല്ലെ. സാഹചര്യങ്ങൾ അനുസരിച്ചിട്ടാണ് നമ്മള് ആർക്കാണ് മുൻതൂക്കം എന്ന് തീരുമാനിക്കുന്നത്. പക്ഷെ എല്ലാവരും ഈക്വലി എന്താണ്, എല്ലാവർക്കും ഒരേപോലത്തെ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. ആണിനും പെണ്ണിനും ഒരേപോലത്തെ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അതൊരു രണ്ടും ആണും പെണ്ണും എന്താണ്, നമുക്കൊരു സംസ്കാരമുണ്ട്. ആ സംസ്കാരത്തിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ആ സംസ്കാരത്തെ അംഗീകരിക്കും. നമുക്കൊരു കൾച്ചർ ഉണ്ട് അല്ലെ. നമ്മുടെ ജീവിത സ്റ്റൈലിലെ ഒരു കൾച്ചർ ഉണ്ട്. ആ കൾച്ചർ അംഗീകരിച്ചുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ ഡെവലപ്മെന്റ്സ് ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, നമ്മുടെ കൾച്ചറിന് അംഗീകരിക്കാത്ത രീതിയിലുള്ള ലൈഫ് ആണെങ്കിൽ എങ്ങനെയായിരിക്കും അത്? കൾച്ചറിനെ അംഗീകരിക്കാത്ത രീതിയിലുള്ള ലൈഫ് ആണെങ്കിൽ എങ്ങനെയായിരിക്കും അത്? ഈ സംസ്കാരവും ഇതൊന്നും നോക്കാത്തതാണെങ്കിൽ എങ്ങനെയുള്ള ലൈഫായിരിക്കാം? യെസ്, ഒരിക്കലും സംതൃപ്തമായിട്ടുള്ള ലൈഫ് നമുക്ക് ജീവിക്കാൻ സാധിക്കില്ല. വളരെ മോശമായ പ്രവൃത്തികൾ ചെയ്ത് ജീവിക്കുന്ന ജീവിതങ്ങൾ ഉണ്ടായിരിക്കും അല്ലെ. അതൊക്കെ എന്താണ്, കൾച്ചറലെസ് ആയിട്ടുള്ള ലൈഫുകളാണ് അല്ലെ. ഒരിക്കലും കൾച്ചറലെസ് ആയിട്ടുള്ള ലൈഫുകൾ ജീവിക്കുന്ന ഒരു വിഭാഗം തന്നെ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഓക്കെ, അതെന്താണ്, അവര് നമ്മുടെ സംസ്കാരത്തിനെതിരായിട്ട് പ്രവർത്തിക്കുന്നവരാണ് അല്ലെ. ഓക്കെ, അങ്ങനെയുമുണ്ട്. അപ്പൊ എന്താണ്, ലൈംഗികതയുടെ സംസ്കാരം നമ്മുടെ വളർച്ചയിലേക്ക് സ്വാധീനിക്കുന്ന മറ്റൊരു ഘടകം തന്നെയാണ്. ഓക്കെ, അപ്പൊ അതൊന്നും ഒഴിച്ചുകൂടാനാവാത്ത ഘടകങ്ങൾ തന്നെയാണ് അല്ലെ. എങ്ങനെ വളർന്നു വന്നാലും നമുക്ക് നമ്മുടെ സംസ്കാരത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഓക്കെ, അപ്പോ നമ്മുടെ ഇമോഷണൽ സോഷ്യൽ എൻവയോൺമെന്റിലെ കൾച്ചർ എന്ന് പറയുന്നത്, സംസ്കാരം എന്ന് പറയുന്നത് എല്ലാവരും സംസ്കാരത്തിന്റെ ഒരു ഭാഗങ്ങളാണ് അല്ലെ. എല്ലാ മനുഷ്യരും സംസ്കാരം അനുസരിച്ചുകൊണ്ടാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എല്ലാ മേഖലകളിലും എന്താണ്, കൾച്ചറായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് എല്ലാവരും. അങ്ങനെയുള്ള ഒരു സംസ്കാരം ഉണ്ടെങ്കിൽ മാത്രം എന്താണ് നമുക്ക് സമൂഹത്തിൽ എന്തുണ്ടാവുള്ളൂ, ഇത്രയും മനസ്സിലാക്കിയാൽ മതി അല്ലെ. എന്തുണ്ടായിരിക്കുള്ളൂ, നമുക്കൊരു നിലയും വിലയൊക്കെ ഉണ്ടായിരിക്കുള്ളൂ. ഓക്കെ, സംസ്കാരം ഇല്ലാത്തവരെ കണ്ടിട്ടില്ലേ, ഇങ്ങനെയായിരിക്കും. വളരെ ബാഡ് ഹാബിറ്റ്സ് ഒക്കെ ഉള്ളവരായിരിക്കും. സ്റ്റാറ്റസ് തന്നെ ഉണ്ടായിരിക്കില്ല. ഇത്രേ ഉള്ളൂ. ഓക്കെ,
അതാണ് സോഷ്യൽ ഇമോഷണൽ എൻവയോൺമെന്റിൽ ഉൾപ്പെടുന്ന ഫാക്ടേഴ്സുകൾ. എന്തൊക്കെ ഫാക്ടേഴ്സുകളാണ്? പാരന്റൽ ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് ചൈൽഡ് റിയറിംഗ് പ്രാക്ടീസ്, സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ്, ഫാമിലി സ്ട്രക്ചർ, സെക്സ് ആൻഡ് കൾച്ചർ. ഇത്തരം കാര്യങ്ങളാണ് ഒരു കുട്ടിയുടെ ഡെവലപ്മെന്റിനെ സഹായിക്കുന്ന സോഷ്യോ ഇമോഷണൽ എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. നമ്മുടെ സാമൂഹ്യ വൈകാരിക ചുറ്റുപാട് അല്ലെങ്കിൽ അന്തരീക്ഷം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇന്റലക്ച്വൽ എൻവയോൺമെന്റ്. ഇന്റലക്ച്വൽ എൻവയോൺമെന്റ് എന്താണ്? ഇന്റലക്ച്വൽ എന്താണ്? ഭൗതികപരമായ അന്തരീക്ഷം അല്ലെ? ഭൗതികപരമായിട്ടുള്ള അന്തരീക്ഷം, അതായത് അവന്റെ ബുദ്ധിപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, ഒരു കുട്ടിയുടെ ബുദ്ധിപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ. ഇതിലെന്തെല്ലാം ഉൾപ്പെടുന്നു? opportunity to explore and experiment. opportunity to explore and experiment എന്താണ്? പര്യവേക്ഷണം ചെയ്യാനും പരീക്ഷണം ചെയ്യാനുമുള്ള ഒരു കഴിവ് അല്ലെ? കുട്ടി എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അല്ലെ? കുട്ടികൾ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുക. എക്സ്പ്ലോർ ചെയ്യാന്ന് വെച്ചാൽ എന്താണ്? പര്യവേക്ഷിക്കുക, അതിനെക്കുറിച്ച് കൂടുതൽ കണ്ടെത്താനായിട്ട് എന്താണ്? ഒരു ശ്രമത്തിലൂടെ അത് നിർത്തുന്നില്ല, പിന്നീട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അതിങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു ക്യൂരിയോസിറ്റിയോടെയാണ് കുട്ടികൾ പോകുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസരം കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. അതുപോലെ തന്നെ എന്താണ്? എക്സ്പെരിമെന്റ് ചെയ്യാനായിട്ട്, പരീക്ഷണങ്ങളിൽ ഏർപ്പെടാനായിട്ടും കുട്ടികളുടെ അവസരങ്ങൾ ഉണ്ടാകുമ്പോൾ എന്ത് നടക്കുന്നു? അവരിലെ ഇന്റലക്ച്വലി അവർ ഡെവലപ്ഡ് ആവുന്നു, ബുദ്ധിപരമായിട്ട് അവര് ഡെവലപ്ഡ് ആവുന്നു അല്ലെ? എനിക്ക് മാനസികമായ ബുദ്ധി വളർച്ച സംഭവിക്കുകയാണ്. അപ്പൊ അതിനുള്ള അവസരം, ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കി കൊടുക്കണം അല്ലെ? അവസരങ്ങൾ ഒരുക്കി കൊടുക്കേണ്ടതാണ്. പര്യവേഷണം ചെയ്യുവാനും പരീക്ഷണം ചെയ്യാനുള്ള അവസരം നമ്മൾ ഒരുക്കി കൊടുക്കുകയാണെങ്കിൽ എന്താണ്? കുട്ടികളില് ഭൗതിക വികാസം ഉണ്ടായിരിക്കും. ഓക്കെ, ബുദ്ധിപരമായുള്ള വികസനം ഉണ്ടായിരിക്കും. ഓക്കെ, ഓക്കെയാണോ? സെക്കൻഡ് പോയിന്റ് എന്താണ്? arouse inquisitiveness to ask questions. arouse inquisitiveness to ask questions എന്താണ്? ചോദ്യം ചോദിക്കാനായിട്ട് ജിജ്ഞാസ ഉണ്ടായിരിക്കും അല്ലെ? കുട്ടികൾ എന്ന് പറഞ്ഞാൽ എന്താണ്? എപ്പോഴും ക്യൂരിയോസിറ്റി ഉള്ളവരാണ് അല്ലെ? അവർക്ക് ഒരുപാട് ചോദ്യങ്ങളായിരിക്കും. അതെന്താണ് ഇങ്ങനെ, ഇതെന്താണ് ഇങ്ങനെ? നമ്മുടെ കുട്ടികൾ അങ്ങനെയല്ലേ? നമ്മുടെ കുട്ടികൾ എങ്ങനെയാണ്? ചോദ്യം ചോദിക്കാറില്ലേ നിങ്ങളോട്? യെസ്, ഒരുപാട് സംശയങ്ങളാണ് അവർക്ക് അല്ലെ? അവരുടെ ചുറ്റുമുള്ള കാര്യങ്ങൾ അവർക്ക് ഒരുപാട് സംശയങ്ങളാണ്. അതെന്താ അമ്മ അങ്ങനെ? അതെന്താ ഇങ്ങനെ ചെയ്താല്? അതെന്താ അങ്ങനെ ചെയ്താല്? അതിങ്ങനെയല്ലേ പോകേണ്ടത്, അങ്ങനെയല്ലേ പോകേണ്ടത്? ഒരുപാട് കാര്യങ്ങൾ അവർക്ക് സംശയം ഉണ്ടാവും. അതേ ഉണ്ടാവൂ അല്ലെ? എത്ര പറഞ്ഞു കൊടുത്താലും ആ പറയുന്ന കാര്യങ്ങളിൽ പിന്നെയും ചോദിച്ചുകൊണ്ടേയിരിക്കും. ഓക്കെ, അത് എന്തുകൊണ്ടാണ് അവരങ്ങനെ ചോദിക്കുന്നത്? അവർക്ക് മെന്റലി വികാസം സംഭവിക്കുകയാണ് അല്ലെ? ഭൗതികമായിട്ട് അവര് ബുദ്ധി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഒരു സ്റ്റേജിലാണ് കുട്ടികൾ അത്തരത്തിലുള്ള പെരുമാറ്റം ബിഹേവ് ചെയ്യും, അത്തരത്തിലുള്ള ബിഹേവിയർ കുട്ടികൾ നമ്മളോട് കാണിക്കുന്നത്. ഓക്കെ, അല്ലാതെ അവർ വെറുതെ ഇരിക്കുമ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വരും അവരുടെ മനസ്സിൽ. അവരിൽ എന്ത് നടക്കുന്നുണ്ട്? ഇന്റലക്ച്വൽ ആക്ടിവിറ്റി അവർക്ക് നടക്കുന്നുണ്ട്. ബുദ്ധിപരമായിട്ടുള്ള വികസനം ആ ഒരു സ്റ്റേജിൽ, ഏത് പ്രായത്തിലാണോ ആ പ്രായത്തിനനുസരിച്ച് കുട്ടികളില് എന്ത് സംഭവിക്കുന്നുണ്ട്? ഭൗതിക വികാസം സംഭവിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് കുട്ടികൾ എന്ത് പറയുന്നത്? ഇത്തരത്തിലുള്ള സംശയങ്ങളും മറ്റു ചോദ്യങ്ങളുമായിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത പോയിന്റ് എന്താണ്? encouragement by giving positive feedback. encouragement by giving positive feedback എന്താണത്? എന്താണ് നിങ്ങൾക്ക് മനസ്സിലായത്? യെസ്, നമ്മൾ അവരെ അപ്രീഷിയേറ്റ് ചെയ്യണം അല്ലെ? അവർക്ക് പ്രോത്സാഹനം നൽകണം അല്ലെ? എന്തെങ്കിലും കാര്യം ചെയ്തു കഴിഞ്ഞാൽ അതിനെ മോശമായിട്ടല്ല, എത്ര ഇതായിക്കോട്ടെ, എത്ര ചിലപ്പോ ഭംഗിയൊന്നും ആയിരിക്കില്ല, ചിലപ്പോൾ ചിത്രം വരച്ചിട്ടുണ്ടാവും. പിന്നെ ഒരു പിക്ചർ വരക്കുമ്പോ അത് കൊള്ളൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കുട്ടികൾക്ക് എന്താണ് അത് ഭയങ്കര ഒരു നമ്മൾ പറയുമ്പോൾ തന്നെ അവരുടെ ഫേസിൽ തന്നെ നമുക്കത് മനസ്സിലാവും. അവർ ഭയങ്കരമായിട്ട് എന്താണ് വിഷമിക്കും. പക്ഷെ അതിനെ ഭയങ്കര ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്ത് നോക്കിയേ, നല്ലൊരു പോസിറ്റീവായിട്ടൊരു ഫീഡ്ബാക്ക് കൊടുത്ത് നോക്കിയേ, ഒന്ന് എൻകറേജ് ചെയ്ത് നോക്കിയേ, അപ്പൊ എന്താണ് അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും അല്ലെ? ഓക്കെ,
അവർക്കത് മാനസികമായി കിട്ടുന്ന ഒരു ഉല്ലാസമാണ് നമ്മള് ഫീഡ്ബാക്ക് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ അവരെ എൻകറേജ് ചെയ്യുമ്പോൾ കുട്ടികൾക്ക് കിട്ടുന്നത്. ഓക്കെ, അടുത്ത പോയിന്റ് എന്താണ്? പ്രൊവൈഡിങ് എ വെറൈറ്റി ഓഫ് ആക്ടിവിറ്റീസ്, നെയിംലി റീഡിംഗ്, സ്റ്റോറി ടെല്ലിംഗ്, ഡ്രോയിങ്, പ്ലേയിങ് മ്യൂസിക്, ഡാൻസിങ് ആൻഡ് ഡ്രാമറ്റൈസിങ്. ഏത് തരത്തിലുള്ള ആക്ടിവിറ്റികളാണ് കുട്ടികൾ ഇന്റലക്ച്വലി ഡെവലപ്മെന്റ് ഉണ്ടാവാൻ വേണ്ടി നമ്മൾ കൊടുക്കേണ്ടത്? ഭൗതിക വികാസം കുട്ടികളിൽ സംഭവിക്കണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ കൊടുക്കണം? എന്തൊക്കെ ആക്ടിവിറ്റീസുകൾ, എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് കുട്ടികൾക്ക് നമ്മൾ കൊടുക്കേണ്ടത്? എന്തൊക്കെയാണ്? റീഡിങ് അല്ലെ, റീഡിങ് പുസ്തക വായന. സ്റ്റോറി ടെല്ലിംഗ് അറിയാലോ, ഒരുപാട് സ്റ്റോറി ടെല്ലിങ്ങൾ, അതായത് നല്ല കഥകൾ ഉണ്ടായിരിക്കാം, പദ്യങ്ങള്, അതുപോലെ തന്നെ എന്താണ് മോറൽ സ്റ്റോറീസുകള്, പ്രഗത്ഭരായ മറ്റു വ്യക്തികളുടെ കഥകള്, കുട്ടിക്കഥകള്, പിന്നെന്താണ് കുഞ്ഞുണ്ണി മാഷിന്റെ കഥകൾ, അങ്ങനെ കുട്ടികൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള അല്ലെ, അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള കഥകൾ അവരെ കൊണ്ട് പറയിപ്പിക്കുക. ഡ്രോയിങ്, ചിത്രരചന, പ്ലേയിങ് മ്യൂസിക് ആൻഡ് ഡാൻസിങ് ആൻഡ് ഡ്രാമറ്റൈസിങ്. ഡ്രാമറ്റൈസിങ് എന്താണ്? ഡ്രാമ എന്താണ്? ഡ്രാമ എന്താണ്? യെസ്, നാടകം അല്ലെ. ചെറിയ ചെറിയ റോൾസുകളൊക്കെ കൊടുത്ത് നമ്മള് റോൾ പ്ലേ ഒക്കെ ചെയ്യുന്നത് പോലെ ചെറിയ റോളുകളൊക്കെ കൊടുത്ത് അവരേക്കും എന്തെങ്കിലും ഡയലോഗ്സുകളൊക്കെ പറയിപ്പിക്കുക. അപ്പൊ എന്താണ് കുട്ടികളിൽ അവിടെ അവർക്ക് കുറച്ചും കൂടി അത് എൻജോയ്മെന്റ് ആയിരിക്കും. എന്താണ് അത്തരത്തിലൊരു ആക്ടിവിറ്റി ചെയ്യാനായിട്ട് കുട്ടികളുടെ ഒരു പ്രചോദനം കൊടുക്കുകയാണ്. ഓക്കെ, ആക്ട് ചെയ്യാനായിട്ട്, അഭിനയിക്കാനായിട്ടൊരു അവസരം കൊടുക്കുകയാണ്. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള ആക്ടിവിറ്റീസുകൾ കൊടുക്കുകയാണെങ്കിൽ എന്താണ് കുട്ടികളിൽ ഇന്റലക്ച്വലി ഡെവലപ്മെന്റ് ഉണ്ടാകും എന്നാണ് പറയുന്നത്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ എന്താണ് കുട്ടിയുടെ വളർച്ചയെയും വികാസത്തെയും ഇന്റലക്ച്വലി ഇത്തരത്തിലുള്ള എൻവയോൺമെന്റ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ എന്താണ് അവരുടെ വളർച്ചയെയും വികാസത്തിനെയും അത് ഒരുപോലെ തന്നെ സ്വാധീനിക്കുന്നതായിരിക്കും. ഓക്കെ, എന്തൊക്കെയാണ് ഇന്റലക്ച്വൽ എൻവയോൺമെന്റിൽ വരുന്നത്? ഭൗതികപരമായ അന്തരീക്ഷത്തിൽ എന്തെല്ലാമാണ് അഫക്ട് ചെയ്യുന്നത്? ഓപ്പർച്യൂണിറ്റി ടു എക്സ്പ്ലോർ ആൻഡ് എക്സ്പീരിമെന്റ്. ഓപ്പർച്യൂണിറ്റി ടു എക്സ്പ്ലോർ ആൻഡ് എക്സ്പീരിമെന്റ് എന്താണ്? പര്യവേഷണം ചെയ്യാനും പരീക്ഷിക്കാനുമുള്ള ഒരു അവസരം നൽകുക അല്ലെ. പര്യവേഷണം ചെയ്യാനും പരീക്ഷണം നടത്താനുള്ള അവസരം കുട്ടികൾക്ക് നൽകുക. Allows in questions to ask questions. എന്താണ്? ക്വസ്റ്റ്യൻസ്, ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ഒരു ജിജ്ഞാസ കുട്ടികളിൽ ഉണർത്തുക അല്ലെ. ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ജിജ്ഞാസ കുട്ടികളിൽ ഉണർത്തുക. Encouragement by giving positive feedback. എന്താണ്? പോസിറ്റീവ് ഫീഡ്ബാക്ക്. Encouragement by positive feedback. കുട്ടികളെ അവർ ചെയ്യുന്ന ആക്ടിവിറ്റികളെ അപ്രീഷിയേറ്റ് ചെയ്യുക, അവരെ എൻകറേജ് ചെയ്യുക, അവർക്ക് സപ്പോർട്ട് കൊടുക്കുക. ഓക്കെ, പ്രൊവൈഡിങ് എ വെറൈറ്റി ഓഫ് ആക്ടിവിറ്റീസ്, നെയിംലി എത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് ആണ് കുട്ടികൾക്ക് കൊടുക്കേണ്ടത്? സ്റ്റോറി ടെല്ലിംഗ്, ഡ്രോയിങ്, പ്ലേയിങ് മ്യൂസിക്, ഡാൻസിങ് ആൻഡ് ഡ്രാമറ്റൈസിങ്. ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസിൽ കൊടുക്കുകയാണെങ്കിൽ കുട്ടികളില് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിനെ കൂടുതൽ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സുകളാണ് ഇതെല്ലാം തന്നെ. ഓക്കെ, ഇന്റലക്ച്വൽ എൻവയോൺമെന്റും സോഷ്യൽ എൻവയോൺമെന്റും ക്ലിയർ ആണോ നിങ്ങൾക്ക്? എന്തെങ്കിലും സംശയം ഉണ്ടോ? Clear? Yes. Next paragraph ഒന്ന് വായിച്ചു നോക്കിയേ. Montessori acknowledges the passive nature of the child. എന്താണ് മോണ്ടിസോറി പറയുന്നത്? കുട്ടികളുടെ നിഷ്ക്രിയ സ്വഭാവത്തെ കുറിച്ചിട്ടാണ്. പാസീവ് നേച്ചർ എന്ന് പറഞ്ഞാൽ നിഷ്ക്രിയമായ സ്വഭാവം അല്ലെ. They go through a period of observation from the environment and so
she gives more importance to the prepared environment. At the same time, she recognizes the strong active nature of the child, allowing children the freedom to choose their own activities voluntarily. മോണ്ടിസോറി എന്താണ് പറയുന്നത് കുട്ടികളെ പറ്റി? കുട്ടികളുടെ ഡെവലപ്മെന്റിന് എങ്ങനെയുള്ള ഒരു അന്തരീക്ഷം ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്? കുട്ടികൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് അബ്സോർബ് ചെയ്യുന്നവരാണ് അല്ലെ? എല്ലാവരും അബ്സോർബ് ചെയ്യുന്നവരാണ്. അബ്സോർബ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാം ഉൾക്കൊള്ളുന്നവരായിരിക്കും. എന്ത് കണ്ടാലും അവരത് ചുറ്റും നോക്കി ഒബ്സർവ് ചെയ്തിട്ട് അത് അക്സെപ്റ്റ് ചെയ്യുന്നവരായിരിക്കും അല്ലെ? അതുപോലെ തന്നെ എന്താണ്, കുട്ടികള് എൻവയോൺമെന്റുമായിട്ട് അല്ലെ പരിസ്ഥിതിയുമായിട്ട് കുട്ടികൾ എന്താണ് നല്ല രീതിയിലുള്ള ബന്ധമായിരിക്കും ഉണ്ടായിരിക്കും എന്നാണ് മോണ്ടിസോറി അഭിപ്രായപ്പെടുന്നത്. അതുപോലെ തന്നെ എന്താണ്, അലോയിങ് ചിൽഡ്രൻ ദ ഫ്രീഡം ടു ചൂസ് ദെയർ ഓൺ ആക്ടിവിറ്റീസ് വോളണ്ടറിലി. പിന്നെന്താണ് അവർ പറയുന്നത്? കുട്ടികൾക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവർക്ക് പറ്റാവുന്ന രീതിയിലുള്ള, അതായത് സ്വന്തം സ്വമേധയാ തീരുമാനമെടുക്കുന്ന തരത്തിലുള്ള ആക്ടിവിറ്റീസുകൾ ചെയ്യാനായിട്ട് കുട്ടികളെ പ്രാപ്തരാക്കുക. കുട്ടികൾ അങ്ങനെയാണല്ലേ, അവർക്ക് ഇഷ്ടമുള്ള ആക്ടിവിറ്റി ചെയ്യാനാണ് അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. മോണ്ടിസോറി എന്താണ് പറയുന്നത്? കുട്ടികളെ കുറച്ചുകൂടി പരിസ്ഥിതിയുമായിട്ട് ഇടപഴകിക്കൊണ്ടായിരിക്കണം അവരെ വളർന്നു വരേണ്ടതും. അവരെ മാത്രമല്ല എന്താണ്, നേച്ചറായിട്ടൊരു സ്ട്രോങ് ബന്ധം ഉണ്ടായിരിക്കും അവർക്ക്. അത് മാത്രമല്ല പിന്നെന്താണ്, അവർക്കൊരു ഫ്രീഡം ഉണ്ടായിരിക്കണം അല്ലെ? കുട്ടികൾക്ക് അവരുടെ സ്വന്തം പ്രവർത്തനങ്ങൾ ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ട് കുട്ടികൾക്ക് എന്തുണ്ടായിരിക്കണം? ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കണം. അത്തരത്തിൽ സ്വാതന്ത്ര്യം അനുവദിക്കണം എന്നാണ് മോണ്ടിസോറി അഭിപ്രായപ്പെടുന്നത്. ഓക്കെ ആണോ? എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് അപ്പോ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിനെ അഫക്ട് ചെയ്യുന്നത്? ഹെറിഡിറ്ററി ആൻഡ് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് അല്ലെ? അതില് നമ്മളിപ്പോ പറഞ്ഞത് എന്താണ്? എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ആണ് അല്ലെ? എൻവയോൺമെന്റൽ ഫാക്ടേഴ്സിൽ എന്തൊക്കെയാണ് വരുന്നത്? പ്രീനാറ്റൽ ആൻഡ് പോസ്റ്റ് നാറ്റൽ. പോസ്റ്റ് നാറ്റലിലാണ് ഈ 5 സ്റ്റേജസ് വരുന്നത്, 5 ഫാക്ടേഴ്സ് ഉൾപ്പെടുന്നത്. ഒന്ന് ഫിസിക്കൽ എൻവയോൺമെന്റ്, സോഷ്യൽ ഇമോഷണൽ എൻവയോൺമെന്റ് ആൻഡ് ഇന്റലക്ച്വൽ എൻവയോൺമെന്റ്. 5 അല്ല 3 കേട്ടോ. ഫിസിക്കൽ എൻവയോൺമെന്റ്, സോഷ്യൽ എൻവയോൺമെന്റ് ആൻഡ് ഇന്റലക്ച്വൽ എൻവയോൺമെന്റ്. ഓക്കെ, ഇത് ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്തൊന്നും പഠിക്കണ്ട. ഓരോന്നിന്റെ ടേംസ്, പേരുകൾ മാത്രം, ഹെഡ്ലൈൻസുകൾ മാത്രം പഠിച്ചു വെക്കാം കേട്ടോ. ഇനി മൈൽസ്റ്റോൺസ് ഓഫ് ഡെവലപ്മെന്റ്. മൈൽസ്റ്റോൺസ് ഓഫ് ഡെവലപ്മെന്റ്, വികസനത്തിന്റെ നാഴികക്കല്ലുകൾ. ഒരു കുഞ്ഞിന്റെ വികസനം അല്ലെ? ഗർഭധാരണം മുതൽ കുഞ്ഞ് പിറക്കുന്നത് വരെയുള്ള ഒരു വികസനം എങ്ങനെയാണെന്നുള്ളൊരു ഭാഗമാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. മൈൽസ്റ്റോൺസ് ഓഫ് ഡെവലപ്മെന്റ്. നമ്മളെല്ലാവരും ഈ ഒരു സിറ്റുവേഷൻസിൽ കൂടി കടന്നു പോയവരാണ്, എല്ലാവരും തന്നെ അല്ലെ? ഓക്കെ, എന്തൊക്കെയാണ്? ഫസ്റ്റ് വരുന്നത് പീരീഡ് ഓഫ് ഓവം, കൺസെപ്ഷൻ ടു എൻഡ് ദ സെക്കൻഡ് വീക്ക്. എന്താണ് പീരീഡ് ഓഫ് ഓവം? അണ്ടത്തിന്റെ കാലയളവ് അല്ലെ? സ്ത്രീകളിലെ അണ്ടത്തിന്റെ കാലയളവ് എന്ന് പറഞ്ഞ എപ്പോഴാണ്? കോൺസെപ്ഷൻ ടു ദ എൻഡ് ദ സെക്കൻഡ് വീക്ക്. എപ്പോഴാണ്? ഗർഭധാരണത്തിന്റെ സെക്കൻഡ് വീക്ക് മുതലാണ് പീരീഡ് ഓഫ് ഓവം സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെ? അണ്ടത്തിന്റെ കാലയളവ് എന്ന് പറഞ്ഞ എപ്പോഴാണ്? കോൺസെപ്ഷൻ ടു എൻഡ് ദ സെക്കൻഡ് വീക്ക്. കേൾക്കുന്നില്ല നിങ്ങള്? യെസ്, ഒന്ന് റെസ്പോണ്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, പീരീഡ് ഓഫ് ഓവം എന്ന് പറയുന്നത് എന്താണ്? അണ്ടത്തിന്റെ കാലയളവ് എത്ര മുതൽ എത്ര വരെയാണ്? കോൺസെപ്ഷൻ ടു എൻഡ് ദ സെക്കൻഡ് വീക്ക്. പീരീഡ് ഓഫ് എംബ്രിയോ. അടുത്തത് എന്താണ്? പീരീഡ് ഓഫ് എംബ്രിയോ, ഭ്രൂണത്തിന്റെ കാലഘട്ടം. എവിടെ തുടങ്ങിയാണ് ഭ്രൂണത്തിന്റെ കാലഘട്ടം ആരംഭിക്കുന്നത്? സെക്കൻഡ് ടു 8th വരെ. സെക്കൻഡ് ടു 8th എന്ന് പറഞ്ഞാൽ എന്താണ്?
സെക്കൻഡ് വീക്ക് മുതല് 8 വീക്സ് വരെ അല്ലെ, 8 ആഴ്ച മുതൽ 2 ആഴ്ച മുതൽ 8 ആഴ്ച വരെയുള്ള ഒരു കാലഘട്ടമാണ് എന്ത്, പീരീഡ് ഓഫ് എംബ്രിയോ, അതായത് ഭ്രൂണത്തിന്റെ കാലഘട്ടം. ഓക്കെ, then tries to hold up the head steady. എന്താണ്, കുട്ടികളുടെ ഹെഡ്, കുട്ടികളുടെ തലയുറയ്ക്കുന്ന സമയം എപ്പോഴാണ്? തലയുറയ്ക്കാന്ന് പറയില്ലേ നമ്മുടെ കുഞ്ഞിന്റെ, കേട്ടിട്ടില്ല നിങ്ങള്? കുഞ്ഞിന്റെ തലയുറച്ചിട്ടില്ല എന്ന് പറയാറില്ലേ? തലയുറയ്ക്കുന്നത് എപ്പോഴാണ്? 8 months until birth. ജനനം മുതല് 8 മാസം വരെയുള്ള ഒരു പ്രായത്തിലാണ് കുഞ്ഞിന്റെ തല ഉറക്കുന്നത് അല്ലെ. അതായത് മറ്റ് ബ്രെയിൻ മസിൽസ് ഒക്കെ എല്ലാരും ഒരേപോലെ സ്വിച്ച് ആയി വന്ന് കുഞ്ഞിന്റെ തല ഉറയ്ക്കുന്നത്, മറ്റു ഓർഗൻസ് ഒക്കെ ഡെവലപ്പ് ആയി വന്ന് തല ഉറയ്ക്കുന്നത് എപ്പോഴാണ്? 8 മാസം മുതല്, ജനനം മുതല് ഒരു 8 മാസം വരെയുള്ള ഒരു കാലയളവിലാണ് എന്ത്, കുഞ്ഞിന്റെ തല സ്റ്റഡി ആവുന്നത്. ഓക്കെ, നിങ്ങളുടെയും കുട്ടികളുള്ളതല്ലേ, നിങ്ങൾക്ക് അറിയാൻ പാടില്ലത്. യെസ്, ഞാന് നിങ്ങൾ എല്ലാ ക്ലാസ്സിലും ഇങ്ങനെ മ്യൂട്ട് ചെയ്തിട്ടാണോ ക്ലാസ് അറ്റൻഡ് ചെയ്യണ? നമ്മളാണ് ആദ്യത്തെ ക്ലാസ്സിൽ കയറിയപ്പോ എന്നോട് പറഞ്ഞത് മ്യൂട്ട് ചെയ്തിട്ട് എടുത്താൽ മതി എന്ന് പറഞ്ഞു. പിന്നീട് അങ്ങോട്ട് തുടങ്ങി ഞാൻ അപ്പൊ തന്നെ പറഞ്ഞില്ലേ, മോണ്ടിസോറി ക്ലാസ് നമ്മൾ മ്യൂട്ട് ചെയ്ത് ക്ലാസ് എടുക്കാൻ പറ്റില്ല, നിങ്ങളുടെ റിയാക്ഷൻസ് ആണ് നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ അൺമ്യൂട്ട് ചെയ്യട്ടെ. ഓക്കെ, സിറ്റിംഗ്. കുഞ്ഞ് ഏത് മാസം മുതലാണ് കുഞ്ഞ് ഇരിക്കാൻ തുടങ്ങുന്നത്? 2 to 5 months മുതൽ, 2 മാസം മുതൽ 5 മാസം വരെയുള്ള കാലഘട്ടം. ക്രൗളിംഗ്. ക്രൗളിംഗ് എന്താണ്? ക്രൗളിംഗ് കുഞ്ഞിടയാൻ തുടങ്ങുന്നത് 7 മാസം മുതലാണ്. 5 മാസം മുതൽ 5 to 8 months. Okay. Standing with the support. കുഞ്ഞ് എഴുന്നേറ്റ് നിൽക്കുന്നത് with the support. 8 to 12. Then walking. ഇനി നടക്കുന്നത് എപ്പോഴാണ്? 15 to 18. 14 മാസം വരെ. And standing with the support can fires. കുഞ്ഞ് എങ്ങനെയൊക്കെ ചേർക്കുന്നത് എപ്പോഴാണ്? 13 അപ്പൊ ഏത് പ്രായമായിട്ടുണ്ടാവും കുഞ്ഞിന്? 1 വയസ്സ്. 1 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ? റണ്ണിങ്. ഓടി തുടങ്ങുന്നത് എപ്പോഴാണ്? 1.5 വയസ്സ്. 15 മാസം മുതൽ 18 മാസം വരെ. അപ്പൊ ഏജ് എങ്ങനെ വരും? ഏത് ഏജ് ആണ് അപ്പോ? 2 വയസ്സ്. 1.5 വയസ്സ്. 1.5 വയസ്സ് അല്ലേ? ഓക്കെ, അപ്പൊ എല്ലാവരുടെയും മൈൽസ്റ്റോൺ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞ ഈ ഒരു സ്റ്റേജ് തന്നെയാണ് അല്ലെ. എല്ലാവരും ഏകദേശം ഇതുപോലെയൊക്കെ തന്നെയാണ് എന്ത്, അവരിൽ ഡെവലപ്മെന്റ് ഉണ്ടാവുന്നത്. പീരീഡ് ഓഫ് ഓവർ എന്താ സെക്കൻഡ് വീക്ക് മുതൽ, പീരീഡ് ഓഫ് എംബ്രിയോ ഏത് മുതലാണ്? 2nd to 8th വരെ. ട്രൈസ് ടു ഹോൾഡ് ഹെഡ് സ്റ്റഡി. ഏത് മാസം മുതൽ ഏത് മാസം വരെയാണ്? 8 മുതൽ 5 വരെ. ഇരിക്കുന്നത് 2 മുതൽ 5 മാസം വരെ. ക്രൗളിംഗ് നീങ്ങുന്നത് 5 വയസ്സ് 5 മാസം മുതൽ 8 മാസം വരെ. ഓക്കെ, അപ്പൊ അങ്ങനെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം സ്റ്റാൻഡ് വിത്ത് സപ്പോർട്ട്, വാക്കിംഗ്, സ്റ്റാൻഡ് വിത്ത് സപ്പോർട്ട്, can climb stairs and running. എന്റെ മോൻ നടക്കുന്നതിന് മുമ്പ് സ്റ്റെയർ കയറി തുടങ്ങിയിട്ടുണ്ടായിരുന്നെ. നടക്കാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു, പക്ഷെ അതിനു മുമ്പേ അവൻ പിടിച്ചിട്ട് സ്റ്റെയർ കയറുന്നുണ്ടായിരുന്നു. ഓക്കെ, എല്ലാ കുട്ടികൾക്കും വികസനങ്ങൾ വ്യത്യാസം ഉണ്ടായിരിക്കും. ചിലപ്പോ ചില കുട്ടികൾ ഒരു വയസ്സ് നടക്കാത്തവരുണ്ടാവും അല്ലേ?
എനിക്ക് 1 വയസ്സാവണ ഒരു മോനുണ്ട്. അപ്പൊ അവൻ കുറച്ച് മുന്നേ നടക്കാനും ഇരിക്കാനും ഇപ്പൊ ഓടാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. 1 വയസ്സായിട്ടില്ല. ആയിട്ടില്ല. ഓക്കെ, നല്ല കാര്യം, നടക്കട്ടെ. മോനാണോ? മോനാണോടോ? ആൺകുട്ടികളാണ് ചിലപ്പോ ഭയങ്കര സ്പീഡിലൊക്കെ ആദ്യം എല്ലാ കാര്യങ്ങളും സ്പീഡായിരിക്കും. കുട്ടികൾക്ക് എങ്ങനെയൊക്കെ ഉണ്ടാവില്ല എന്നല്ല പറഞ്ഞ. എനിക്ക് നേരെ തിരിച്ചാ. എന്റെ മൂത്ത മോള് പെട്ടെന്ന് നടക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. മോന് രണ്ടാമത്തെ ആക്കിപ്പോ 2 വയസ്സാവനെ. അവന് നടക്കാൻ ലേറ്റ് ആയിന്. പക്ഷെ എങ്കിൽ അതിനു മുമ്പേ സ്റ്റെയർ കയറും, എല്ലാ കുരുത്തക്കേടും ഒപ്പിക്കും. പക്ഷെ എങ്കിൽ നടക്കലും ലേറ്റ് ആയിരുന്നു. പല്ലൊക്കെ വന്നോ എല്ലാവർക്കും? പല്ലൊക്കെ വന്നോ? പല്ല് പല്ല് വരുത്തും കഴിഞ്ഞു, അത് പോവലും കഴിഞ്ഞു. നേരത്തെ പല്ല് വന്നു, അതുകൊണ്ട് തന്നെ മുമ്പിലത്തെ പല്ലൊന്നും ഇപ്പൊ ഇല്ല. 2 വയസ്സാവണത്ര ആക്ക്. ചില നമ്മളുടെ ഈ പ്രായമുള്ള ആൾക്കാർ പറഞ്ഞേക്കാം പല്ല് നേരത്തെ വന്നാല് കുഞ്ഞ് നടക്കാൻ വൈകുന്ന അങ്ങനെയൊക്കെ എന്തൊക്കെയോ പറയുന്നുണ്ട് അല്ലെ? ശരിയാണോന്ന് അറിയില്ല. ശരി മാം, എന്റെ മോനും പല്ല് നേരത്തെ വന്നു, അതേപോലെ നടക്കാനും വേഗം തുടങ്ങിയിരുന്നു. ചിലവർ ആദ്യം പല്ല് വന്നാൽ ലൈറ്റ് ആവുമെന്ന് പറയുന്നുണ്ട്. അവർക്ക് എന്തെങ്കിലും സത്യമാണെന്ന് അറിയില്ല. ഓക്കെ, എന്തെങ്കിലുമൊക്കെ ഡിപ്പെൻഡ് ആയിരിക്കും. ഓക്കെ, അപ്പൊ അതാണ് നമ്മുടെ മൈൽ സ്റ്റോൺ ഓഫ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഇനി ലൈഫ് എന്താണ്? നമ്മുടെ ജീവിതമൊക്കെ എങ്ങനെയൊക്കെ ഉണ്ടായത്? നമ്മളൊക്കെ എങ്ങനെ ഉണ്ടായത്? നമ്മളെങ്ങനെ ഉണ്ടായത്? വെറുതെ പൊട്ടി വിളിച്ചതാണോ നമ്മള് മോളിന്ന്? അച്ഛന്റെ അല്ല. Okay. Yes. Life begins at conception when a sperm cell from the father fertilizes with an egg from the mother to form a single cell called zygote. എന്താണ് നമ്മള് ഗർഭധാരണം നടക്കുന്ന സമയത്ത് അല്ലെ, അച്ഛന്റെയും അമ്മയുടെയും നിന്നും എന്താണ്? അച്ഛന്റെ നിന്ന് എന്താണ് സംഭവിക്കുന്നത്? പിതാവിന്റെ ബീജവും അമ്മയുടെ അണ്ടവും കൂടി ചേർന്ന ഒരൊറ്റ കോശമായിട്ട് മാറുന്നു അല്ലെ, ഒരു സിംഗിൾ സെൽ രൂപപ്പെടുന്നു. അതാണ് എന്താ സൈഗോട്ട് എന്ന് പറയുന്നത്. എന്താണ് സൈഗോട്ട് അഥവാ സിക്താണ്ഡം എന്ന് പറയുന്നു. അച്ഛന്റെ ബീജവും അമ്മയുടെ അണ്ടവും കൂടി ചേർന്ന് രൂപപ്പെടുന്നതാണ് എന്താ സൈഗോട്ട് എന്നൊരു ഏകകോശം രൂപപ്പെടുന്നു. സിംഗിൾ സെൽ കോൾഡ് സൈഗോട്ട്. അണ്ടർലൈൻ ചെയ്യാട്ടോ. ഈ സൈഗോട്ടില് അതായത് ഒന്നുകൂടി പറയാം, ഗർഭധാരണത്തില് എങ്ങനെയാണ് ജീവിതം ആരംഭിക്കുന്നത്? എങ്ങനെയാണ്? അച്ഛന്റെ ബീജവും അമ്മയുടെ അണ്ടാശയവും കൂടി ചേർന്നിട്ടാണ് എന്തുണ്ടാവുന്നത്? ഒരു ഏകകോശമായ സൈഗോട്ട് രൂപപ്പെടുന്നത്. ഓക്കെ അല്ലേ? അങ്ങനെ ബീജസങ്കലനം സംഭവിച്ചതിന് ശേഷം the zygote, which is a fertilized cell, contains 46 chromosomes. The mother and the father contribute 23 each. എന്താണ് ഈ ബീജസങ്കലനത്തിന് ശേഷം അല്ലെ 46 ക്രോമസോംസുകൾ ഉണ്ടാകുന്നത് അല്ലെ. 46 ക്രോമസോംസുകള് എന്താണ്? അവയില് 23 ക്രോമസോംസ് ആരുടെയാണ്? 23 ക്രോമസോം ആരുടേതാണ്? ഫാദറിന്റെയും 23 അമ്മയുടേതുമാണ് അല്ലെ. അവ തമ്മില് കൂടി ചേർന്നിട്ടാണ് ഇതുണ്ടാകുന്നത്. ഇതുണ്ടാകുന്നത് 100 of invisible particles called genes അല്ലെ. ഈ ക്രോമസോമുകൾ കൂടി ചേർന്നാണ് എന്തുണ്ടാവുന്നത്? ജീനുകൾ ഉണ്ടാവുന്നത് അല്ലെ. ഇൻവിസിബിൾ പാർട്ടിക്കിൾസ് ആയിട്ട് ജീനുകൾ അല്ലെ. ജീനുകൾ കേട്ടിട്ടില്ലേ നിങ്ങള്? ജീൻസ് നമ്മളുടെയൊക്കെ ജനിതകം അല്ലെ, നമ്മളുടെ തലമുറനെ നിർണ്ണയിക്കുന്നതാണ് അല്ലെ. നമ്മുടെ ജെൻഡറിനെ നിർണ്ണയിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് എന്ത്? ജീൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ക്രോമസോമുകൾ കൂടി ചേർന്ന് ഒരു ഇൻവിസിബിൾ പാർട്ടിക്കിൾസ് ഉണ്ടാകുന്നതിനെയാണ് നമ്മുടെ ജീൻസ് എന്ന് പറയുന്നത്. With each of these thread-like bodies,
These genes control hereditary and traits. ഈ ജീനുകളാണ് നമ്മളുടെ എന്ത് തീരുമാനിക്കുന്നത്? പാരമ്പര്യങ്ങൾ തീരുമാനിക്കുന്നത് അല്ലെ? ഈ ജീനുകളാണ് നമ്മളുടെ പാരമ്പര്യം അഥവാ hereditary traits തീരുമാനിക്കുന്നത്. The mother contributes 23 X chromosome and father contributes either 23 chromosomes. അമ്മ 23 ക്രോമസോമുകളും അച്ഛൻ 23 ക്രോമസോംസുകളും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. അതിനുശേഷം എന്താ സംഭവിക്കുന്നത്? എന്താ സംഭവിക്കുന്നത്? 23 chromosomes or 22 X chromosome and 1 Y chromosome. The XY chromosome determine the sex of the child. XY ക്രോമസോമുകൾ കൂടി ചേർന്നിട്ടാണ്. അതായത് ഒന്നുകൂടി പറഞ്ഞുതരാം. സ്ത്രീകൾക്ക് XX ക്രോമസോമാണ് ഉള്ളത് അല്ലെ? നമ്മൾ സ്ത്രീകൾക്ക് XX ആണ് ഉള്ളത്. പുരുഷന്മാർക്ക് എങ്ങനെയാണ്? Xഉം Yയും ആയിരിക്കും ഉണ്ടാവുന്നത്. മനസ്സിലായോ? സ്ത്രീകൾക്ക് എങ്ങനെയാണ്? XX ക്രോമസോമും പുരുഷന്മാരില് Xഉം Yയും ആണ് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ പെൺകുട്ടിയാണെന്ന് എങ്ങനെ തിരിച്ചറിയും? If the father contributes 23 X chromosome, the child will be female. എന്താണ്? Xഉം Xഉം കൂടി ചേർന്നാൽ എന്തുണ്ടാവുന്നു? ഫീമെയിൽ ഉണ്ടാവും, ഗേൾ ചൈൽഡ് ഉണ്ടാകുന്നു. Xഉം Xഉം കൂടി ചേരുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? അമ്മയുടെ Xഉം പിതാവിന്റെ Xഉം കൂടി ചേരുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? എന്തുണ്ടാവുന്നത്? പെൺകുട്ടി ഉണ്ടാവുന്നത്. ആൺകുട്ടി എങ്ങനെയാണ് അപ്പൊ ഉണ്ടാവുന്നത്? Xഉം Yയും കൂടി ചേരും. അമ്മയുടെ Xഉം Yയും കൂടി ചേരുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? ആൺകുട്ടി ഉണ്ടാവുന്നത്. ഓക്കെ, മൊത്തത്തിൽ എത്ര ക്രോമസോംസുകളാണ് ഉള്ളത്? അമ്മയുടെയും അച്ഛന്റെയും കൂടി 23 ക്രോമസോംസുകൾ ഉണ്ട് അല്ലെ? രണ്ടും കൂടി എത്രയാണ്? 46 ക്രോമസോംസുകളുണ്ട്. ഓക്കെ, Xഉം കൂടി ചേരുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? പെൺകുട്ടി ഉണ്ടാവുന്നു. Xഉം Yയും കൂടി ചേരുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? ആൺകുട്ടി ഉണ്ടാവുന്നത്. ഓക്കെ, ക്ലിയർ ആയത്? മനസ്സിലായോ? നമുക്കറിയാവുന്നല്ലേ ഇത് നേരത്തെ? പഠിച്ചിന് പണ്ട് ബയോളജി. എന്താണ്? ബയോളജി പഠിച്ചിട്ടുണ്ട് നമ്മള്. +2 ബയോളജിയിൽ പഠിച്ചു. ആ, +2 പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അതാണ് ബയോളജി പഠിച്ചു. നമ്മൾ 9th ബയോളജി പഠിച്ചിട്ടുണ്ട് അല്ലേ? എല്ലാവരും പഠിച്ചിട്ടുണ്ടോ? ഓക്കെ, അപ്പൊ നമ്മളുടെ ലൈഫ് സ്റ്റാർട്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് അല്ലെ? എല്ലാ പ്രോസസ്സും ഇങ്ങനെ തന്നെയാണ് നടക്കുന്നത്. എല്ലാ ജീവജാലങ്ങളും, അതായത് മനുഷ്യന്റെ മറ്റു പ്രൊഡക്ടിവിറ്റി നടക്കുന്നത് എങ്ങനെയാണ്? ഈ ഒരു പ്രോസസ്സിൽ കൂടി തന്നെയാണ്. ഓക്കെ, ഇനി ഇത് നമ്മൾ നോക്കാൻ പോകുന്നത്, അപ്പൊ അങ്ങനെ നമ്മൾ മനസ്സിലായി ഇതിന്റെ ക്രോമസോംസിൽ കൂടിയാണ് എന്തുണ്ടാവുന്നത്? കുഞ്ഞുണ്ടാവുന്നത് മനസ്സിലായി. ഇനി പീരീഡ് ഓഫ് ദ ഓവം, പിന്നെ നമ്മൾ ആ ഗർഭധാരണത്തിന്റെ പീരീഡുകളാണ് നോക്കാം. ഗർഭധാരണത്തിൽ ഏതൊക്കെ മാസങ്ങളിൽ ഏതൊക്കെ വികസനങ്ങളാണ് കുട്ടിയിൽ ഉണ്ടാകുന്നത്? എന്തൊക്കെ വ്യത്യാസങ്ങളാണ് അമ്മയിൽ കുഞ്ഞിലൊക്കെ ഉണ്ടാകുന്നത്? മാം, ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. ഈ ലൈഫിൽ തന്നെ മൂന്നാമത്തെ ലൈനിൽ സെൽ കണ്ടെയ്ൻസ് 46 ക്രോമസോംസ്, ദി മദർ ആൻഡ് ദി ഫാദർ കോൺട്രിബ്യൂട്ട് 23 EAC എന്ന് ഇട്ടിട്ടുണ്ട്. അതെന്തുവാ EAC? ഈച്ച് എന്നാണ്, EACH ആണ്. ഈച്ച് ക്രോമസോം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ശരണത് കണ്ടുപിടിച്ചോ? വിട്ടുപോയതാ, പറയണമെന്ന് ഓർത്താ കേട്ടോ. ഓക്കെ, പീരീഡ് ഓഫ് ഓവം എന്താണ്? കോൺസെപ്ഷൻ ടു ദ എൻഡ് ഓഫ് ദ സെക്കൻഡ് വീക്ക്. അണ്ടത്തിന്റെ കാലയളവ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഏത് വീക്ക് മുതലാണ്? ഗർഭധാരണത്തിന്റെ രണ്ടാമത്തെ സെക്കൻഡ് വീക്ക് മുതലാണ്. ഗർഭധാരണത്തിന്റെ രണ്ടാമത്തെ ആഴ്ചയുടെ അവസാനം വരെ, രണ്ടാമത്തെ ആഴ്ചയുടെ അവസാനം വരെയാണ് എന്ത്? അണ്ടത്തിന്റെ കാലയളവ് എന്ന് പറയുന്നത്. ഓക്കെ, അതും കൂടി പറയാം നമുക്ക്. എന്താണ്? ആഫ്റ്റർ ദി egg is liberated from the ovary, it moves into the fallopian tube. It stays there for about 24 hours, waiting for a single sperm to fertilize it. എന്താണ്?
അതായത് അണ്ടാശയത്തിൽ നിന്ന് എഗ്സുകൾ മോചിക്കപ്പെടുന്ന സമയത്ത് അല്ലെ, എഗ്ഗുകള് മോചിപ്പിക്കപ്പെടുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? അത് നമ്മുടെ ഫാലോപ്പിയൻ ട്യൂബ് എന്ന് പറഞ്ഞ ട്യൂബ് ഉണ്ട് ഗർഭാശയത്തില്. ഫാലോപ്പിയൻ ട്യൂബ് എന്ന് പറഞ്ഞ ട്യൂബ് ഉണ്ട് അല്ലെ, അതിൽ കൂടി മൂവ് ചെയ്യുന്നു. ആ ഫാലോപ്പിയൻ ട്യൂബിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത്. അത് മൂവ് ചെയ്തതിനു ശേഷം എന്താണ്, ഇറ്റ് സ്റ്റേ ദർ ഫോർ അബൌട്ട് 24 hours. അതൊരു 24 മണിക്കൂർ എന്താണ് അവിടെ സ്റ്റേ ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് അവിടെ വെയിറ്റ് ചെയ്യുന്നത്? വെയിറ്റിംഗ് ഫോർ എ സിംഗിൾ സ്പെർം ടു ഫെർട്ടിലൈസ്. ബീജസങ്കലനം നടക്കുന്നതിന് വേണ്ടിയിട്ടാണ് 24 മണിക്കൂർ അണ്ടം ആ എഗ്ഗ് അവിടെ വെയിറ്റ് ചെയ്യുന്നത്. ഫാലോപ്പിയൻ ട്യൂബിൽ കൂടി ഒഴുകുന്ന അണ്ടം 24 മണിക്കൂർ വരെ സിംഗിൾ സ്പെർമിന് വെയിറ്റ് ചെയ്തുകൊണ്ടിട്ട് ഫെർട്ടിലൈസ് ചെയ്യാൻ പറ്റും. ബീജസങ്കലനത്തിന് വേണ്ടിയിട്ട് അവിടെ വെയിറ്റ് ചെയ്യുന്നു. Then within the 24 hours of being fertilized, പിന്നെന്താണ്? അങ്ങനെ 24 മണിക്കൂറിനുള്ളിൽ അത് വിവിധ തരത്തിലുള്ള കോശങ്ങളായിട്ട് അത് വിഭജിക്കാൻ തുടങ്ങുന്നു. ഇറ്റ് ബിഗിൻസ് ഡിവൈഡിങ് വെരി ഫാസ്റ്റ് ഇൻടു മെനി സെൽസ്. അങ്ങനെ ആ ബീജസങ്കലനത്തിന് ശേഷം എന്താണ്, അത് പല സെൽസ് ആയിട്ട്, പല കോശങ്ങളായിട്ട് വിഭജിക്കുന്നു. It keeps dividing as it moves slowly through the fallopian tube to the uterus and attached to the lining of the uterus. അങ്ങനെ ആ സെല്ലുകള് അല്ലെ, ആ രൂപപ്പെട്ട സെല്ലുകൾ എന്താണ്, പലതരത്തിൽ ഡിവൈഡ് ചെയ്ത് പയ്യെ മൂവ് ചെയ്ത് ഫാലോപ്പിയൻ ട്യൂബിന്റെ, അതായത് യൂട്രസിന്റെ ലൈനിങ്ങിൽ, നമ്മുടെ യൂട്രസിന്റെ ലൈനിങ്ങിൽ, യൂട്രസിന്റെ ഒരു ഭാഗം അല്ലെ, അതിന്റെ ലൈനിങ്ങിൽ അറ്റാച്ച് ചെയ്തിട്ട് വളരാൻ ആരംഭിക്കുന്നു. ഓക്കെ, അതിനാണ് എന്ത് പറയുന്നത് നമ്മള്? ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത്. ദിസ് ഇസ് കോൾഡ് ഇംപ്ലാന്റേഷൻ. ഇംപ്ലാന്റേഷൻ എന്താണ്? അതായത് എഗ്ഗ് വളരുന്ന ഒരു പ്രോസസ്സിനാണ് നമ്മൾ ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത്. അത് മലയാളത്തിൽ അങ്ങനെ തന്നെയാണ് പറയുന്നത് കേട്ടോ, ഇംപ്ലാന്റേഷൻ. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെയാണ് അപ്പൊ പീരീഡ്സ് ഉണ്ടാവുന്നത്? ഇപ്പൊ ഇവിടം വരെ നിൽക്കട്ടെ. പീരീഡ്സ് എങ്ങനെ ഉണ്ടാവുന്നപ്പോ നമ്മളിപ്പോ പറഞ്ഞു, ഈ ഫാലോപ്പിയൻ ട്യൂബിൽ ഇവിടെ അറ്റാച്ച് ചെയ്തിട്ട്, യൂട്രസിനോട് അറ്റാച്ച് ചെയ്തിട്ട് ആ സെല്ലുകൾ വളരുന്നു എന്ന് പറഞ്ഞു അല്ലെ. ഓക്കെ, ഇപ്പൊ നമ്മളൊക്കെ എങ്ങനെയാ പീരീഡ്സ് ഉണ്ടാവുന്നത്? എങ്ങനെ പീരീഡ്സ് ആവുന്നു? നമ്മളെ ബോഡിയിലുള്ള വേസ്റ്റ് ആയിട്ടുള്ള ബ്ലഡ് പുറത്തേക്ക് പോകുന്ന, അങ്ങനെയല്ലേ പീരീഡ്സ് ആവുന്നത്? പറഞ്ഞ എന്താണ്, ഈ യൂട്രസിന്റെ ലൈനിൽ കൂടി പറ്റി വളരുന്നു എന്ന് പറയുന്നില്ലേ? അത് ലൈനാണെങ്കിൽ അത് ആ ലൈൻ പൊട്ടിയാണ് നമ്മൾ എന്ത് സംഭവിക്കുന്നത്? ബ്ലഡ് വരുന്നത്. ആ യൂട്രസിനോട് ഗർഭാശയത്തോട് പറ്റിപ്പിടിച്ചാൽ വളർന്നു പോവുകയാണെങ്കിൽ എന്താണ്, അത് ഗർഭധാരണമായി അല്ലെ, കംപ്ലീറ്റഡ് ആയത്. ഓക്കെ, അല്ലെന്നാണെങ്കിലാണ് എന്താ, ആ ട്യൂബ് ഫാലോപ്പിയൻ ട്യൂബിൽ പൊട്ടി ബ്ലീഡിങ്, മെൻസ്ട്രുവേഷൻ നമുക്ക് സംഭവിക്കുന്നത്. ഓക്കെ, ഹിയർ ഇറ്റ് ഈസ് കണ്ടിന്യൂസ് ടു ഗ്രോ. അപ്പൊ അവിടെ എന്താണ്, ഇത് ലൈനിനോട് പറ്റിപ്പിടിച്ച ആ ഭ്രൂണം അവിടെ വളരുന്നു. അറ്റ് ദ പോയിന്റ് ഓഫ് ഇംപ്ലാന്റേഷൻ, the placenta from which umbilical cord extend to fertilized ovum. എന്താണ് പ്ലസന്റ? എന്താണ് പ്ലസന്റ? പ്ലസന്റ എന്താണ്? പൊടിയുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന അല്ലെ, നമ്മുടെ പ്ലസന്റയിലാണ് നമ്മുടെ കുഞ്ഞ് കിടക്കുന്നത് അല്ലെ. അതായത് നമ്മുടെ പൊടിയുമായിട്ട് പറഞ്ഞോ, കുട്ടി ഉണ്ടാകുന്നത് അല്ലെ, ഡെവലപ്പ് ചെയ്ത് വരുന്നത് എവിടെ നിന്നാണ്? നമ്മുടെ കൊക്കിൽ കൊടിയുമായിട്ടാണ് അത് കണക്ട് ചെയ്തിരിക്കുക. അംബിക്കൽ കോഡ് എന്താണ്? കൊക്കിൽ കൊടി അല്ലെ, കൊക്കിൽ കൊടിയായിട്ടാണ് കുഞ്ഞ് കണക്ട് ചെയ്ത് വളരുന്നത്. ഇൻ ദിസ് വേ ഫെർട്ടിലൈസ്ഡ് ഓവം റിസീവ് ന്യൂട്രീഷൻ ഫ്രം ദ ബ്ലഡ് സ്ട്രീം ഓഫ് ദ മദർ. അപ്പൊ കുഞ്ഞിന് പോഷകാഹാരങ്ങൾ ലഭിക്കുന്നത് ഏതിൽ കൂടിയാണ്? അമ്മയുടെ ബ്ലഡ് സ്ട്രീമിൽ കൂടി അല്ലെ. അമ്മയുടെ ബ്ലഡ് സ്ട്രീംസിൽ കൂടിയാണ് പ്ലസന്റയിലേക്ക് കുഞ്ഞിനുള്ള പോഷകാഹാരങ്ങൾ ലഭിക്കുന്നത്. ഓക്കെ, അംബിക്കൽ കോഡ് എന്താണ്? കൊക്കിൽ കൊടി. അറിയാത്തവർ നോട്ട് ചെയ്തോളൂ കേട്ടോ. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് പീരീഡ് ഓഫ് ഓവം എന്ന് പറയുന്നത്? എങ്ങനെയാണ് എന്ന് പറഞ്ഞു നോക്കിയ നിങ്ങള്? ആഫ്റ്റർ ദ എഗ് ഈസ് ലിബർട്ടഡ് ഫ്രം ദ ഓവറി. മലയാളത്തിൽ പറയുന്നവരാണ് എങ്ങനെ പറഞ്ഞോ? എങ്ങനെ വേണമെങ്കിലും പറഞ്ഞോ, മനസ്സിലായതെന്ന് പറഞ്ഞ നിങ്ങള്?
അണ്ഡാശയത്തിൽ നിന്ന് എഗ്ഗിനെ മോചിപ്പിക്കുന്ന സമയത്ത് ആ അത് ഓവറിലൂടെ കടന്നുപോയ ഓവറിലൂടെ ഫലോപ്പിയൻ ട്യൂബിലൂടെ കടന്നു പോകും. ഫാലോപ്പിയൻ ട്യൂബിലൂടെ അത് നീങ്ങുന്നു. Then ഏകദേശം അത് എത്ര മണിക്കൂർ അവിടെ 24 hours അവിടെ റെസ്റ്റ് ചെയ്തിട്ട് 24 hours-ന് ശേഷം അത് സെല്ലായി മാറും, സെല്ലായിട്ട് ഡിവൈഡ് ചെയ്യും. പല പല സെല്ലുകളായിട്ട് അത് ഡിവൈഡ് ചെയ്യുന്നു. Then പിന്നെ എന്താണ് സംഭവിക്കുന്നത്? ഡിവൈഡ് ചെയ്തതിന് ശേഷം അത് മൂവ് ചെയ്യുന്നു. സ്ലോലി ആയിട്ട് മൂവ് ചെയ്തിട്ട് യൂട്രസിൽ അത് അറ്റാച്ച് ചെയ്യും. യൂട്രസ് ലൈനിങ്ങിനോട് അത് അറ്റാച്ച് ചെയ്ത് വളർന്നതാണ് എന്ത് ഗർഭധാരണം സാധ്യമാകുന്നത് അല്ലെ. അറ്റാച്ച് ചെയ്യാത്ത പക്ഷമാണ് എന്ത് സംഭവിക്കുന്നത് നമുക്ക്? ഓക്കെ, അപ്പൊ അതിനാണ് എന്ത് പറയുന്നത്? ദിസ് ഈസ് കോൾഡ് ഇംപ്ലാന്റേഷൻ എന്ന ഒരു പ്രോസസ് ആണ് ഇംപ്ലാന്റേഷൻ. ഹിയർ ഇറ്റ് കണ്ടിന്യൂസ് ടു ഗ്രോ. അവിടെ നിന്നാണ് പിന്നെ അങ്ങോട്ടേക്ക് ഒരു 9 മാസമുള്ള ഒരു 10 മാസത്തേക്കുള്ള ഒരു കാലയളവിൽ കുഞ്ഞ് വളരാൻ ആരംഭിക്കുന്നത്. ഇനി കുഞ്ഞിന് എവിടെ നിന്നാണ് ന്യൂട്രിയൻസ് കിട്ടുന്നത്? കുഞ്ഞിന് ഗർഭപാത്രത്തിലേക്ക് ആ ഒരു അമ്മയുടെ പൊക്കിൾക്കൊടി വഴി അംബ്ലിക്കൽ കോഡിലൂടെ അമ്മയുടെ ബെഡ് സ്ട്രീമിലാണ് നിന്നാണ് കുഞ്ഞിന് അമ്മയുടെ രക്തത്തിൽ കൂടിയാണ് സംഭവിക്കുന്നത് പോഷാഹാരങ്ങൾ കുഞ്ഞിന് ലഭിക്കുന്നത്. ഓക്കെ, അത് മനസ്സിലായോ? പീരീഡ് ഓഫ് തോർ മനസ്സിലായോ? മനസ്സിലായോ? എന്തെങ്കിലും സംശയം ഉണ്ടായിരുന്നെങ്കിലും ഇല്ല. അപ്പൊ നമ്മളെല്ലാവരും ഉണ്ടായത് എങ്ങനെയല്ലേ? അതെ, എല്ലാവരും ഇങ്ങനെ ഉണ്ടായേക്കണം. ഓക്കെ, അപ്പൊ എടുക്കുന്ന ഭാഗങ്ങൾ നിങ്ങൾ നന്നായി വായിച്ചിട്ട് വേണോട്ട് അടുത്ത ക്ലാസ്സിൽ വരാൻ. ഈ ചാപ്റ്റർ കഴിഞ്ഞ് ഞാൻ വിഷ്വലൈസേഷൻ ആണ്, പിക്ചർ വരയ്ക്കാനായിരിക്കും കേട്ടോ. ഈ ചാപ്റ്റർ കഴിയുമ്പോൾ ഒരു ആക്ടിവിറ്റി തരാം, അത് പിക്ചർ വരയ്ക്കാനായിരിക്കും. വരയ്ക്കാൻ പറ്റാത്തവർ അത് അങ്ങനെ പ്രിന്റ് എടുത്തിട്ട് നോട്ട്ബുക്കിൽ ആക്ടിവിറ്റി ബുക്കിൽ ഒന്ന് ഒട്ടിച്ചാൽ മതി. ഓക്കെ, വരയ്ക്കാൻ പറ്റുന്നവർ മാം ഒരു സംശയം ചോദിച്ചോട്ടെ? നമ്മൾക്ക് ഇതിനകത്ത് ക്വസ്റ്റ്യൻ വന്നു കഴിയുമ്പോഴേ ഈ 2 മാർക്കിന്റെ ഒക്കെ ആയിട്ട് ഇംപ്ലാന്റേഷൻ അങ്ങനെയൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് 2 മാർക്കിന്റെ ഒക്കെ ആയിട്ട് ചോദിക്കും. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുള്ളൂ. അതിൽ 4 ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. അതിൽ ഏതെങ്കിലും നിങ്ങൾ സെലക്ട് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, താങ്ക് യു. പിന്നെ ടീച്ചർ ചാപ്റ്റർ തീരുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് തരാം. ഏകദേശം ഒരു 15ഓളം ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ചില ചാപ്റ്ററിന്റെ ലെങ്ത് അനുസരിച്ച്. അപ്പൊ ആ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ മനസ്സിലാവും നിങ്ങൾക്ക്. അത് തന്നെ നന്നായി പഠിക്കുക. അതേപോലെ തന്നെയായിരിക്കും എക്സാമിന് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഓക്കെ മാം, താങ്ക് യു. നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു. ഓക്കെ, അപ്പൊ നിങ്ങള് വായിച്ചിട്ട് വരിക. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു. വരയ്ക്കാൻ തരുന്നാലും താങ്ക് യു മാം. ക്ലാസ് കഴിഞ്ഞിട്ട് റിവൈസ് ചെയ്തിട്ട് നിങ്ങൾ മറന്നു പോകും. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം. Thank you. താങ്ക് യു മാം. Thank you.